ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണിനെയും അവളുടെ മകളെയും കൊന്നു കളയുന്നതിനെയാണോ യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്? പോലീസ് ഓഫീസർ ആയിട്ടുള്ള ശിവക്ക് ഇടക്കിടക്ക് ട്രാൻസ്ഫർ കിട്ടുമായിരുന്നു. അങ്ങനെ വേറൊരു ഗ്രാമത്തിലേക്ക് അവൻക്ക് ട്രാൻസ്ഫർ കിട്ടാണ്. തന്റെ ഭാര്യക്കും മകൾക്കും തനിക്കും താമസിക്കാൻ വേണ്ടി ഒരു വീട് അവൻ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. അവിടെ പഴയ ഒരു തയ്യൽ മെഷീൻ കിടക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യക്ക് തയ്ക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ആ ഒരു തയ്യൽ മെഷീൻ എടുത്ത് മാറ്റണ്ടെന്ന് ബ്രോക്കറോട് അയാൾ പറയുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ നന്നായി തന്നെ മോഷണം നടക്കുന്നതുകൊണ്ട് തന്നെ തന്റെ കീഴ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനീതിനെയും കൂട്ടിക്കൊണ്ട് ശിവ ആദ്യ ദിവസം തന്നെ അന്വേഷണത്തിന് വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് സംശയപരമായിട്ട് രണ്ടുപേരെ കാണുന്നുണ്ട്. പക്ഷെ അവരവിടെ ജോലിക്ക് വന്നതാണെന്നും കളവിനല്ലാന്ന് മനസ്സിലാക്കിയ ശിവ അവരെ വെറുതെ വിടാണ്. ഇപ്പൊ തന്റെ ഭാര്യ മകളും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷത്തോടുകൂടി പോകുന്ന കുടുംബം. പക്ഷെ ഈ മകൾക്ക് മാത്രം ആ ഒരു വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ഇടക്കിടക്ക് അവിടെ ഉണ്ടായിരുന്ന തയ്യൽ മെഷീൻ തനിയെ അടിയുന്നെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവൻ ആ ഒരു വീടിനെ പറ്റി അന്വേഷിക്കാനായിട്ട് തുടങ്ങാണ്. വിനീതിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെ ഒരു അമ്മയും മകളുമാണ് താമസിച്ചിരുന്നത്. അവരൊരു ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ് ചെയ്തത്. കൊലയാളിയെ എന്നേ വരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. കൊലയാളി ഒരു സൈക്കോ ആവാനാണ് സാധ്യത. ചിലപ്പോൾ ആ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി പ്രണയിച്ച് കിട്ടാത്തത് കൊണ്ടായിരിക്കാം കൊന്നു കളഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതൊരു സീരിയൽ കില്ലർ അല്ല. ഇതുപോലത്തെ രീതിയിലുള്ള കൊലപാതകം വേറെ അവിടെ കണ്ടിട്ടുമില്ല. ഇപ്പൊ ശിവയുടെ വീട്ടിലെ രണ്ട് കള്ളന്മാര് മോഷ്ടിക്കാനായിട്ട് കയറുന്നുണ്ട്. അവിടെ അവർ ഈ ഒരു രണ്ട് പ്രേതത്തെ കണ്ടു എന്ന് ശിവനോട് പറയാണ്. ശിവ അത് വിശ്വസിച്ചുകൊണ്ട് വിനീതിന്റെ വീട്ടിൽ പോയി അച്ഛനോട് ആ വീടിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ പക്ഷെ പറയുന്നത് നാട്ടുകാരെല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നതാണ്, അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. വിനീതിന്റെ ഒരു ബോക്സിംഗിന്റെ ഫോട്ടോ അവൻ കാണുന്നുണ്ടായിരുന്നു. അത് നന്നായി തന്നെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പള്ളിയിൽ അച്ഛന്റെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് ശിവനോട് പള്ളിയിൽ അച്ഛൻ പറയാണ് ആ ഒരു വീട്ടിൽ ആ മിഷ്യൻ മാറ്റിട്ട് അത് വാടക കൊടുക്കാൻ പാടുള്ളൂ എന്ന് അച്ഛൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു മിഷ്യൻ അവിടെ നിന്ന് മാറ്റണമെന്ന് ശിവനോട് അച്ഛൻ പറയാണ്. അന്ന് രാത്രി തന്നെ ശിവൻ വിനീതും കൂടി ആ ഒരു മിഷ്യൻ അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരതെടുത്ത് മാറ്റിയിട്ട് പോലും ആ മിഷ്യൻ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ വന്ന് ഇരിക്കുകയാണ്, തന്നെ അടിയുന്നുണ്ട്. ഇത് കണ്ട അവരും ഇവിടെ പ്രേതം ഉണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. ഈ കാര്യം അച്ഛനോട് പോയി സംസാരിക്കുമ്പോൾ അച്ഛന് അവിടേക്ക് വരാമെന്ന് സമ്മതിക്കുകയാണ്. വിനീത് പേടിച്ചുകൊണ്ട് ശിവക്ക് വേണ്ടിയിട്ടും അവനക്ക് വേണ്ടിയും അമ്പലത്തിൽ പോയി ഒരു ചരട് പൂജിച്ചു കൊണ്ടുവന്ന് കയ്യിൽ കെട്ടുന്നുണ്ട്. ഇത് കണ്ട് ശിവയുടെ ഭാര്യ അത് അഴിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അവൾക്ക് ഷോക്ക് അടിക്കുകയാണ്. കാരണം ഇപ്പൊ ആ ഒരു പ്രേതം അവളുടെ മേത്താണ് ഉള്ളത്. അവൾ അങ്ങനെ ബോധം കെട്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. അച്ഛൻ കുറെ പ്രാർത്ഥനകളെല്ലാം ചെയ്ത് പ്രേതത്തെ മിഷീനിലാക്കി അത് പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളയുന്നുണ്ട്. ഇപ്പോഴാണ് വിനീതിന്റെ മേലില് ശിവക്ക് ഡൗട്ട് വരുന്നത്. കാരണം ഈ അമ്മയും മകളും മരിച്ചു എന്ന് പറഞ്ഞ ദിവസം ഒരു ഗ്ലൗസും മുഖം മൂടിയിട്ടുള്ള ആൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കള്ളന്മാര് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലൗസ് വിനീതിന്റെ വീട്ടിൽ ശിവ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിനീതിന്റെ വീട്ടിൽ പോയി അവൻ സെർച്ച് ചെയ്യുമ്പോൾ പിന്നിലൂടെ വന്ന വിനീത് ശിവനെ അടിച്ചിടാണ്. അങ്ങനെ വിനീത് തന്നെയാണ് ആ ഒരു കൊലപാതകം ചെയ്തതെന്ന് അവൻ ഏറ്റു പറയുന്നുണ്ട്. ഈ സമയത്ത് ആ പ്രേതങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. എന്തിനാണ് വിനീത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ വിനീതിന് ആ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം പറയാനായിട്ട് അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ കുളിച്ചു വന്നിരിക്കുകയായിരുന്നു. ദേഷ്യത്തില് വിനീതിന്റെ മുഖത്തേക്ക് അവൾ അടിക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിലാണ് അന്ന് രാത്രി അവളെ പോയി അവൻ കൊന്നു കളയുന്നത്. ഇതും പറഞ്ഞ് അവന് കഴുത്തടുത്ത് അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.